Hello friends, welcome back to your channel Simply Home. Today's video is going to be Indian weekly meal planning. This video is in Malayalam, so I would request you to switch on the subtitles button for English subtitles. Just a quick reminder, if you guys have not done so already, subscribe to Simply Home for more organization and lifestyle videos, and do not forget to click that bell icon right there to get notified whenever we upload a new video. എൻ്റെ പേര് ഗീതു. ഇന്നത്തെ ടോപ്പിക് മീൽ പ്ലാനിങ്ങിനെ കുറിച്ചാണ്. എന്താണ് മീൽ പ്ലാനിങ്? മീൽ പ്ലാനിങ് കൊണ്ട് എന്താ പ്രയോജനം? എന്നും രാവിലെ എണീറ്റ് ഭക്ഷണം കുക്ക് ചെയ്താൽ പോരെ, അതിനിപ്പോൾ എന്തിനാ പ്ലാനിങ്? ഇതിനൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആൻസർ തരും. കൂടാതെ എങ്ങനെ മീൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ എങ്ങനെയാണ് മീൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തത്, വർക്കിംഗ് ലേഡീസിന് കുറച്ച് ബോണസ് ടിപ്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മീൽ പ്ലാനിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുക, എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കിച്ചണിൽ വന്നിട്ട് എന്തൊക്കെയാണ് നമുക്ക് കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെന്ന് നോക്കും. എന്നിട്ട് അതനുസരിച്ച് അന്നത്തേക്കുള്ള ഭക്ഷണം കുക്ക് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഇടും. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫുഡ് ഐറ്റത്തിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിന്ന് വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും വെച്ച് എന്ത് കുക്ക് ചെയ്യണമെന്ന് ആലോചിച്ച് സ്ട്രെസ്ഡ് ആവും. ഇനി വർക്കിംഗ് ലേഡീസിന്റെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ, ഓഫീസിലെ ടെൻഷൻ ഒരുവിധം ഒതുക്കി വെച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് വരിക. അപ്പോൾ നെക്സ്റ്റ് ടെൻഷൻ സ്റ്റാർട്ട് ആവും. ഡിന്നർ എന്താക്കും, നെക്സ്റ്റ് ഡേയിലത്തെ ലഞ്ച് എന്താക്കും, ഇതൊരു ഓൺഗോയിങ് പ്രോബ്ലം തന്നെ അല്ലേ? അപ്പോൾ നമ്മൾ ഹോട്ടൽ ഫുഡ്, ജങ്ക് ഫുഡ് ഇതുമാതിരിയുള്ള ഈസി ആൻഡ് അൺഹെൽത്തി ഫുഡ് ചൂസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് മീൽ പ്ലാനിങ് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നത്. ഇപ്പോൾ 2-3 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ നമ്മൾ മീൽ പ്ലാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കും. കാരണം നമുക്കറിയാം ഏതൊക്കെ ദിവസം എന്തൊക്കെ ഫുഡാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്, അല്ലേ? അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് ഫുഡാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് കാലം മുന്നേ റെഗുലർലി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒക്കെ ഡിഷസ് കാണുമായിരിക്കും. മേ ബി കാലക്രമേണ നമ്മളത് കുക്ക് ചെയ്യാൻ വിട്ടുപോയതോ ഒക്കെ കാരണം നമ്മളത് മറന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ മീൽ പ്ലാനിങ് ചെയ്യുമ്പോൾ ഈ പഴയ ഡിഷസും ഫേവറേറ്റ് ഡിഷസൊക്കെ നമുക്ക് ഓർത്തെടുക്കാനും അതൊക്കെ നമ്മുടെ ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനും സാധിക്കും. ഞാൻ മീൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അതായത് പുതിയ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ വേറെ ടൈപ്പ് ക്യൂസീൻസ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട്. ഐ എം വെരി ഷുവർ ആൻഡ് ഐ റിയലി ഹോപ്പ് നിങ്ങളും മീൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും. ആൻഡ് യുവർ ഫാമിലി വിൽ ലവ് ദ ഫുഡ് ദാറ്റ് യു പ്രിപ്പയർ. മീൽ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റാണ് ടൈം സേവിങ്. നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കും എന്ന് ആലോചിച്ച് വേസ്റ്റ് ചെയ്യുന്ന ടൈമൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഹോബീസ് ചെയ്യാൻ പറ്റും, നമ്മുടെ കുട്ടികളുടെ കൂടെ, നമ്മുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബെനിഫിറ്റ്. ഇനിയുള്ളത് എങ്ങനെ നമുക്ക് മീൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു ഡയറിയോ ഒരു ബുക്കോ എന്തെങ്കിലും എടുക്കുക. അതിൽ നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുക എന്തൊക്കെ വെജിറ്റബിൾസ്, എന്തൊക്കെ ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കൺസ്യൂം ചെയ്യുന്ന പച്ചക്കറി, പൾസസ്, പരിപ്പ് വർഗ്ഗം, പയർവർഗ്ഗം, ബേസിക്കലി എല്ലാ വെജിറ്റബിൾസും നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ഞാനിതിൽ എനിക്കൊരു ഫുൾ മാസ്റ്റർ ലിസ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ലിസ്റ്റ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. എൻ്റെ മാസ്റ്റർ ലിസ്റ്റ് ഞാൻ പല കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതായത് വെജിറ്റബിൾസ് ഒരു കാറ്റഗറി, ലീഫി വെജീസ് അതായത് ഇലവർഗ്ഗങ്ങൾ വേറൊരു കാറ്റഗറി, ഒണിയൻ വേറൊരു കാറ്റഗറി, പിന്നെ ഫ്ലേക്സ് ആൻഡ് സീരിയൽസ് അതൊരു കാറ്റഗറി, ഗ്രെയിൻസ്, ഫ്ലോർ അതായത് അരിവർഗ്ഗവും അരിയും മാവും അതൊക്കെ ഒരു കാറ്റഗറി, പയർവർഗ്ഗങ്ങൾ ഒരു കാറ്റഗറി, പരിപ്പൊക്കെ വേറെ കാറ്റഗറി, അങ്ങനെയായിട്ട്. അപ്പോൾ ഈ കാറ്റഗറി ഇതുണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു us. നമുക്ക് നമ്മളുടെ രീതിക്ക് കാറ്റഗറൈസ് ചെയ്യാം എല്ലാത്തിനെയും. ഇതൊരു മാസ്റ്റർ ലിസ്റ്റ് ആയിരിക്കും. ഇത് പ്രിപ്പയർ ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കും, പക്ഷേ ഈ ലിസ്റ്റ് നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാനായിട്ട് കഴിയും. കുറച്ച് സ്പേസ് വിടുക എല്ലാത്തിൻ്റെയും താഴെയും സൈഡിലുമായിട്ട്. നമ്മൾ കൂടുതൽ നമ്മളുടെ ഡയറ്റിലേക്ക് കൂടുതൽ ടൈപ്പ് ഫുഡ് ഐറ്റംസ് ആഡ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഈ ലിസ്റ്റും അപ്ഡേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് നമ്മുടെ ഫാമിലി കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ, ഡിന്നർ ഓപ്ഷൻ, ലഞ്ച് ഓപ്ഷൻ, ഇങ്ങനത്തെ ഓപ്ഷൻസ് നമ്മുടെ ഫാമിലി യൂഷ്വലി എങ്ങനെയാണ് കഴിക്കുക എന്നുള്ളത് ആ ഓപ്ഷൻസൊക്കെ എഴുതി വെക്കുക എന്നുള്ളതാണ്. എൻ്റെ വീട്ടിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമ്മൾ ഒരേ സാധനമായിരിക്കും കഴിക്കുക. അതായത് ഇന്നിപ്പോൾ രാത്രിയത്തെ ഡിന്നർ തന്നെ ആയിരിക്കും നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക. അപ്പോൾ അതാണ് ഞാൻ സിംഗിൾ ലിസ്റ്റായിട്ട് എഴുതിയേക്കുന്നത്. ഞാൻ എങ്ങനെ ഇവിടെ എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ മെയിൻ ഡിഷ് എഴുതിയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് എന്തൊക്കെ സൈഡ് ഡിഷസ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ
എഴുതിയിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കംഫർട്ട് അനുസരിച്ച് ഞാൻ നോക്കുന്ന അനുസരിച്ചിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം സിംഗിളായിട്ട്, അതായത് ഇപ്പോൾ ഇഡ്ഡലി, ദോശ ഇതൊക്കെ ഒരു കാറ്റഗറിയിലും സൈഡ് ഡിഷസ് വേറെ കാറ്റഗറി ആയിട്ട് എഴുതണമെങ്കിൽ അങ്ങനെയും ആവാം, നോ പ്രോബ്ലം. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, അഗൈൻ സ്പേസ് വിടുക കൂടുതൽ റെസിപ്പീസ് ആഡ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലഞ്ച് ഓപ്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ലഞ്ച് എന്ന് പറയുന്നത് ഒരു ഈസി മീലാണ്, ഒരു ഡേയിലെ ഈസി മീലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. സോ അത് കാരണം ഞാനതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ലിസ്റ്റ് ആക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു മെയിൻ കാറ്റഗറി, അതായത് പ്ലെയിൻ റൈസ്, ഗീ റൈസ്, ഇതൊക്കെ റൈസിൻ്റെ കാറ്റഗറിയിൽ, സൈഡ് ഡിഷസിൻ്റെ വെജ്, അതായത് തോരൻ, മെഴുക്ക് പുരട്ടി, അങ്ങനെ ജനറലൈസ് ചെയ്ത് എഴുതിയിട്ടുള്ളൂ. ഇൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പോയിട്ടില്ല. പിന്നെ നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ്, ഫിഷിൻ്റെ ഐറ്റംസ് ആണെങ്കിൽ അത്, അങ്ങനെ ഒരു ലിസ്റ്റ്, ഞാനൊരു റഫ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ ഒരു റൈറ്റ് സൈഡിൽ ഒരു പേജ് ഞാൻ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. ഫ്യൂച്ചറിൽ ഇനി അപ്ഡേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ റെസിപ്പീസ് എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇതുപോലെ തന്നെ ഈവനിങ് സ്നാക്സിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. എല്ലാ ദിവസവും വൈകുന്നേരം ഫ്രഷ് ആയിട്ട് ഈവനിങ് സ്നാക്സ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നവർക്ക് ഇത് എസ്പെഷ്യലി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തതായിട്ട് നമുക്കിനി 2-3 ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ മീൽസ് പ്ലാൻ ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു പേപ്പറോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മാതിരി ഒരു ബുക്കോ എടുക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് മീൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി മീൽ പ്ലാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് ചെക്ക് ചെയ്യുക. ഫ്രിഡ്ജിൻ്റെ അകത്ത് എന്തൊക്കെ വെജിറ്റബിൾസ് ആണുള്ളത്, എന്തൊക്കെ പച്ചക്കറിയാണ് ലെഫ്റ്റ് ഓവർ, കഴിഞ്ഞ ആഴ്ചയിൽ ലെഫ്റ്റ് ഓവറായിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ മീൽസ് ഈ ആഴ്ച പ്ലാൻ ചെയ്യാം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതാദ്യം ചെക്ക് ചെയ്യാം. എന്നിട്ടിപ്പോൾ കാണിച്ചേക്കുന്ന പോലെ ടേബിൾ മാതിരി ഇങ്ങനെ വരയ്ക്കുക. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്ന് പറഞ്ഞിട്ട് 3 കോളംസ് വരയ്ക്കുക. പിന്നെ വീക്കിലത്തെ എല്ലാ ദിവസവും സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അങ്ങനെ വെച്ചിട്ട് എത്ര ദിവസത്തേക്കാണോ നമ്മൾ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ദിവസത്തേക്ക് അനുസരിച്ച് ആ ദിവസത്തേക്കുള്ള റോസും ഉണ്ടാക്കുക. ഞാൻ യൂഷ്വലി ഈ ഒരു ഡയറിയുടെ പേജസിൻ്റെ സെൻട്രൽ പോർഷനിലൊരു പേജ് കാണുമല്ലോ, നമുക്ക് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് 4 പേജ് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ കാണുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പേജാണ് യൂഷ്വലി സെലക്ട് ചെയ്യുക. കാരണം ഞാനിത് ഇളക്കിയെടുത്തിട്ട് ഫ്രിഡ്ജിൽ മാഗ്നറ്റ്സ് വെച്ചിട്ട് ഇതിനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 4 പേജ് അറ്റ് എ ടൈം തന്നെ കിട്ടുന്നത് കാരണം ഒരു മാസത്തെ 4 ആഴ്ചത്തേക്കുള്ള പ്ലാനിങ് ആ ഒരു ഇതിൽ തന്നെ കഴിയും. അപ്പോൾ ഞാൻ സെക്കൻഡ് വീക്കിലത്തേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് ബാക്കിലോട്ട് പോയി ഫസ്റ്റ് വീക്ക് ഞാൻ എന്തൊക്കെ റെസിപ്പീസാണ് യൂസ് ചെയ്തത് എന്നെനിക്കറിയാൻ പറ്റും. ഞാനപ്പോൾ റെസിപ്പീസ് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. പിന്നെ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കളേഴ്സൊക്കെ ഇപ്പോൾ ഹൈലൈറ്റേഴ്സോ സ്കെച്ച് പെൻ വെച്ചിട്ടൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കോളംസൊക്കെ വരച്ച് വെക്കുകയാണ്. ഇപ്പോൾ ആണെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അട്രാക്റ്റീവായിട്ട് ടേബിൾസ് വേണം എന്നുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാം. ഞാൻ യൂഷ്വലി ഇങ്ങനെ ചെയ്യാറില്ല. എൻ്റെ ടേബിൾ വളരെ സിമ്പിളാണ്. കാരണം ഇങ്ങനെ ചെയ്യാൻ ഒത്തിരി ടൈം വേണ്ടി വരും. അപ്പോൾ നമ്മുടെ മീൽ പ്ലാനിങ്ങിൻ്റെ പർപ്പസ് തന്നെ ടൈം സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി ടൈം വേണ്ടി വരും. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യാറില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് പ്രിപ്പറേഷൻ വേണ്ട, അതായത് ഇപ്പോൾ ചെറുപയർ, കടല, ഇതൊക്കെ നമുക്ക് നേരത്തെ കുതിർത്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ ഒരു ഹൈലൈറ്റർ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് നോക്കുമ്പോൾ എളുപ്പമായിരിക്കും. പിന്നെ ഈ മീൽ പ്ലാനിങ്ങിൽ ശരിയായിട്ടുള്ള മെത്തേഡ്, തെറ്റായിട്ടുള്ള മെത്തേഡ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എന്താണോ സൂട്ടാവുന്നത് നമുക്ക് ചൂസ് ചെയ്യാം. ചിലവർ ഒരു മാസത്തേക്ക് പ്ലാൻ ചെയ്യാറുണ്ട്. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്കത് വർക്കൗട്ട് ആയിട്ടില്ല. എനിക്ക് വീക്ക്ലി പ്ലാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സൂട്ടായിട്ട് തോന്നിയത്. ഇപ്പോൾ ഇതായിട്ടോ എൻ്റെ ഈ വീക്കിലത്തെ മീൽ പ്ലാൻ, കംപ്ലീറ്റ് മീൽ പ്ലാൻ. നമ്മളെപ്പോഴും മീൽ പ്ലാനിങ് ചെയ്യേണ്ടത് ഗ്രോസറി ഷോപ്പിങ്ങിന് അറ്റ്ലീസ്റ്റ് 1 ഡേ മുന്നേ ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോൾ എക്സ്ട്രാ ഗ്രോസറി വാങ്ങില്ല, അൺനെസസറി ഷോപ്പിംഗ് ചെയ്യില്ല. കാരണം നമുക്കറിയാം ഈ വീക്കിൽ നമ്മൾ എന്താ കഴിക്കാൻ പോകുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എന്താണ് എന്ന് നമുക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് ഓവർ സ്റ്റഫ് ചെയ്യില്ല. അഗൈൻ നമുക്ക് പ്ലാൻ ഉള്ളത് കാരണം വി നോ വാട്ട് എക്സാക്ട്ലി വി ഷുഡ് ബൈ. ഓൾസോ നമുക്കും നമ്മുടെ ഫാമിലിക്കും ഒരു ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് മീൽ പ്ലാനിങ് വളരെ ക്രൂഷ്യലാണ്. നെക്സ്റ്റ് ഒരു മീൽ പ്ലാനിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള ടിപ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീൽ തീംസ് പ്രിപ്പയർ ചെയ്യാം. അതായത് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഒത്തിരി തീംസ് ഉണ്ട്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, സോയ, അങ്ങനെ ഒത്തിരി തീംസ് ഉണ്ട്. അതനുസരിച്ച് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ഫാമിലിക്കാരും നമുക്ക് അതിലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ സാലഡ് നൈറ്റാണ് നോക്കുന്നതെങ്കിൽ വീക്ക്ലി 2 സാലഡ് നൈറ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 ദിവസവും 2 ടൈപ്പ് സാലഡ്, ചിക്കൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും വെജ് ആയിട്ടുള്ളതും, അങ്ങനെ 2 ടൈപ്പിലായിട്ടുള്ള സാലഡ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ നമ്മുടെ ഫാമിലിക്ക് ഹെൽത്തിയും ആയിരിക്കും, അവർക്ക് ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും, നമുക്കും ഒരു ചേഞ്ചും റിഫ്രഷിങ്ങും ആയിരിക്കും.
പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പർട്ടിക്കുലർ കാര്യം ഞാൻ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ട്രൈ ചെയ്യുക ഒരു വീക്കിൽ അറ്റ്ലീസ്റ്റ് 1 ഡേ ഫുൾ വെജിറ്റേറിയൻ ആക്കാനായിട്ട്. കാരണം ഇപ്പോൾ ഒത്തിരി നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മുടെ കുട്ടികൾക്കൊന്നും നോൺ വെജോ ചിക്കനോ, മോസ്റ്റ്ലി ചിക്കനാണ്. അപ്പോൾ ഇതില്ലാതെ ഒരു മീൽ കൊടുക്കുക എന്ന് പറയുന്നത് അവർക്കായാലും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിത് അവരെ ശീലിപ്പിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് ഒരു വെജിറ്റേറിയൻ ഡേ ശീലിപ്പിക്കുകയാണെങ്കിൽ അത് അവർക്കാണെങ്കിലും ബെനിഫിഷ്യൽ ആയിരിക്കും, നമുക്കാണെങ്കിലും ഹെൽത്തി ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് മീൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അവർക്ക് എന്താ കഴിക്കാൻ ആഗ്രഹം, അവരുടെ ഫേവറേറ്റ് ഡിഷസ് ഈ വീക്കിലത്തേക്ക് അവർക്ക് എന്താ ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അത് നമ്മുടെ മീൽ പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുക. എന്നിട്ട് ആ ദിവസത്തിന് അവരുടെ പേര് വെച്ചിട്ട്, ഇപ്പോൾ സപ്പോസ് ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ഡിഷസാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേര് വെച്ചിട്ട് ഹസ്ബൻഡ് ഡേ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ കുട്ടികളുടെ ഇതിലാണെങ്കിൽ അവരുടെ പേര് വെച്ചിട്ട് അവരുടെ ആ ഡേ, ആ കിഡ്സ് ഡേ, ഇപ്പോൾ എൻ്റെ കുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ മാധവ് ഡേ എന്ന് പറഞ്ഞിട്ടിടും. അപ്പോൾ അവരും എക്സൈറ്റഡ് ആയിരിക്കും ആ ദിവസത്തെ ഫുഡ് കഴിക്കാനായിട്ട്. ഇനി പറയാനുള്ളത് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പീസും ഇതിന് മുന്നത്തെ ആഴ്ചകളുടെ മീൽ പ്ലാൻസും ഒക്കെ നമ്മൾ പഞ്ച് ചെയ്ത് ഫയൽ ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ മീൽ പ്ലാനിങ്ങിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി യൂട്യൂബിലെ റെസിപ്പീസ് ആണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ ഡെഡിക്കേറ്റഡ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് വർക്കിംഗ് ലേഡീസിനുള്ള കുറച്ച് ബോണസ് ടിപ്സാണ്. വർക്കിംഗ് ലേഡീസിൻ്റെ മെയിൻ പ്രോബ്ലം മീൽ പ്ലാൻ ചെയ്യാനുള്ള ടൈം ഇല്ല എന്നുള്ളതാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ട്രാവൽ ചെയ്യുന്ന സമയത്തും, ഓഫീസിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്തും, ഓഫീസിൽ ബ്രേക്ക് എടുക്കുന്ന സമയത്തും, പിന്നെ എൻ്റെ TV ഷോസൊക്കെ കാണുന്ന സമയത്തൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അധികം എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല, ഇതിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ടൈമും മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് പ്ലാൻ ഫോർ ലെഫ്റ്റ് ഓവേഴ്സ്. അതായത് ഇപ്പോൾ നമ്മൾ മീൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സപ്പോസ് സാമ്പാറാണ് നമ്മൾ ഒരു ദിവസം വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം സാമ്പാർ ഉണ്ടാക്കി വരുമ്പോൾ എന്തായാലും ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് എന്തായാലും തീരാൻ പോകില്ല, 2 ദിവസത്തേക്കെങ്കിലും മിനിമം കാണും. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ സാമ്പാറിൻ്റെ കൂടെ ദോശയാണ് ഇപ്പോൾ സപ്പോസ് എടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇഡ്ഡലി എന്നുള്ള രീതി പ്ലാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് റെപ്പറ്റീഷനും തോന്നില്ല, എന്നാൽ അത്രയ്ക്ക് ബോറിങ്ങും ആവില്ല. അടുത്ത ടിപ്പ്, എപ്പോഴും നമ്മുടെ കയ്യിൽ കുറച്ച് ഈസി മീൽസ് സ്റ്റോക്കാക്കി വെക്കുക. ഈസി മീൽസ് എന്ന് പറയുന്നത് ഉഡായിപ്പ് മീൽസാണ്, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ. അതായത് എൻ്റെ കയ്യിലുണ്ടായിരുന്നതെന്ന് വെച്ചാൽ പാസ്ത, സ്പെഗറ്റി, നൂഡിൽസ്, ഓവർനൈറ്റ് ഓട്സ്, മസാല ഓട്സ്, ഇതൊക്കെയായിരുന്നു എനിക്കുള്ള ഈസി മീൽസ്. ഇപ്പോൾ എന്താ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി വീക്ക് നമ്മൾ ടയേർഡായിരിക്കും. അപ്പോൾ എൻഡ് ഓഫ് ദി വീക്ക് നമുക്ക് ഒത്തിരി അതിഭയങ്കരമായിട്ടുള്ള മീൽസ് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട എനർജി കാണത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് മീൽസ് നമ്മൾ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഫാസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേഗം കഴിക്കാൻ പറ്റും. കൂടുതൽ എഫേർട്ട് വേണ്ടി വരില്ല, ഹെൽത്തിയും ആയിരിക്കും, ഫില്ലിങ്ങും ആയിരിക്കും. അടുത്തതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ലേഡീസ് ടിപ്പ്. ഞാനത് എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു, അവർക്കൊക്കെ അത് വർക്കൗട്ടായി. സോ ഐ എം വെരി ഷുവർ നിങ്ങളും ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വർക്കൗട്ടാവും. ഇതെന്ന് പറയുന്നത് കുക്ക് 1 മീൽ എ ഡേ പോളിസിയാണ്. അതായത് ഒരു ദിവസം, ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം സൺഡേ തോരനും ചിക്കൻ കറിയാണ് എൻ്റെ പ്ലാനിൽ എഴുതിയേക്കുന്നത്. അത് ഞാൻ ഒബ്വിയസ്ലി സാറ്റർഡേ ഈവനിങ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുമ്പോൾ സൺഡേയിലത്തേക്കും മൺഡേയിലത്തേക്കും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. ഇനി അപ്പം ആൻഡ് പീസ് കറി, മൺഡേയിലത്തെ ഡിന്നർ മീൽ, അതായത് അപ്പം ആൻഡ് പീസ് കറി, അത് ഞാൻ 2 ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്യും, മൺഡേയിലത്തേക്കും ട്യൂസ്ഡേയിലത്തേക്കും വേണ്ടി. അതായത് 1 ഡേ ഞാൻ ഒരു മീൽ മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ഡൗട്ട് വരും, ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ചെയ്യുന്നു? അപ്പോൾ കുറച്ച് ഹെൽത്തി ഓപ്ഷൻസ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് മീൽ പ്രിപ്പറേഷനെ കുറിച്ചിട്ട്. സോ അതിലായിരിക്കും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവുക. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു വർക്കിംഗ് ലേഡീസിന് ട്രാവലിംഗ് ടൈം ചൂസ് ചെയ്യാം മീൽ പ്ലാനിങ് ചെയ്യാനായിട്ടെന്ന്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ആണിത്. ഞാൻ പ്ലേ സ്റ്റോറിൽ ബ്രൗസ് ചെയ്തപ്പോൾ ജസ്റ്റ് എനിക്ക് കിട്ടിയ കുറേ ആപ്ലിക്കേഷൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്യാം നമ്മുടെ ആവശ്യം അനുസരിച്ച്. ഇപ്പോൾ നമ്മൾ ഡീടോക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ ഡീടോക്സ് ഡയറ്റ് പ്ലാൻ ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഹെൽപ്പ് ത്രൂ നമുക്ക് ഓൺ ദ ഗോ, ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഓഫീസിൽ ബ്രേക്ക് എടുക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഓൺ ദ ഗോ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ വെജിറ്റബിൾ ബോക്സിലെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു പിക്ചർ എടുത്ത് വെക്കുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതുമാതിരി ഡൗൺലോഡബിൾ എക്സൽ ഷീറ്റ്സ് ഉണ്ട്, നമ്മുടെ മൊബൈലിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് മീൽ പ്ലാൻ ചെയ്യാം. ഇതിപ്പോൾ വർക്കിംഗ് ലേഡീസിന് മാത്രമല്ല കേട്ടോ, വർക്ക് ഫ്രം ഹോം മോം, ഹൗസ് വൈഫ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ആപ്ലിക്കേഷൻസും സിസ്റ്റംസും ആണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ക്ലിക്ക് ദാറ്റ് ലൈക്ക് ബട്ടൺ ഡൗൺ ബിലോ. ഐ വിൽ നോ ദാറ്റ് യു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങളുടെ കയ്യിലുള്ള മീൽ പ്ലാനിങ് ടിപ്സ്, ട്രിക്സ്, പൊടിക്കൈകൾ ഇതൊക്കെ പ്ലീസ് ലെറ്റ് മീ നോ ത്രൂ ദ കോമെന്റ് സെക്ഷൻ ബിലോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. So until next time, bye bye.